ഹലോ കൂട്ടുകാരെ, കമൻസ് ആയിട്ട് വന്ന ഡൗട്ട്സിനെ ക്ലാരിഫൈ ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ ആദ്യത്തെ ഒരു കമൻറ്റ് നോക്കാം. DF അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനൈൻ എനർജി എപ്പോഴാണ് കൺസിസ്റ്റൻ്റ്ലി വർക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ചും തേർഡ് ആൻഡ് ഫോർത്ത് വേവ് ട്വിൻ ഫ്ലെയിംസിൻ്റെ കാര്യത്തിൽ എന്നുള്ള ഒരു കമൻറ്റാണ് കണ്ടിരുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിനു മുമ്പ് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഈ തേർഡ് വേവ് ഫോർത്ത് വേവ് എന്നുള്ളത് എൻറ്റയർലി ഒരു ടൈം ലൈനിൻ്റെ അനുസരിച്ച് കളക്റ്റീവായിട്ട് അവേക്കനായ ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ചുള്ളതാണ്. ഇതിൽ അഗെയിൻ ഓരോ ട്വിൻ ഫ്ലെയിം ജേർണിയും യൂണീക്കാണ് ജേർണി. ആൻഡ് ഇതിൽ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വലി ഇന്നർ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്നർ സെൽഫിലേക്ക് കണക്റ്റ് ആവാനുള്ള വർക്കാണ്. അതായത് നമ്മളുടെ ആ ഒരു ട്രൂത്തിലേക്കെന്ന് പറയാം, ഒത്തൻറ്റിക് സെൽഫിലേക്കെന്ന് പറയാം. അല്ലാതെ നമ്മളൊരു ന്യൂ വേർഷൻ ആവുകയല്ല അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് വേവ് ട്വിൻ ഫ്ലെയിം ആണെന്നുള്ളതല്ല, നമ്മൾക്ക് എത്രത്തോളം ട്രോമ ബോണ്ടിങ് ഉണ്ടെന്നുള്ളത്, നമ്മൾക്ക് എത്രത്തോളം കാർമിക് പാറ്റേൺസ് ഉണ്ടെന്നുള്ളത്, നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഇൻകാർണേഷനിൽ എന്തൊക്കെ ലെസൺസ് ആണ് ഈ ഒരു ജേർണിയിലൂടെ പഠിച്ച് ക്ലെൻസ് ചെയ്ത് പോകേണ്ടത്, അതാണ് ഈ ജേർണി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മുമ്പോട്ട് വരുമ്പം കൺസിസ്റ്റൻസിയിൽ ഒരു DF എപ്പോഴാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, പ്രോബബ്ലി അവർ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ സെപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുന്ന സോൾ ഷോക്കിൻ്റെ ഒരു സമയത്തായിരിക്കും. അതായത് ട്വിൻ ഫ്ലെയിമുമായിട്ട് ഒരു മോസ്റ്റ് ഓഫ് ദ കേസസിൽ ട്വിൻ ഫ്ലെയിമുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ, ആദ്യത്തെ സെപ്പറേഷൻ കഴിയുമ്പോൾ വരുന്ന ഒരു എനർജറ്റിക് മിസ്അലൈൻമെൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഐസൊലേഷനിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം പലപ്പോഴും നമ്മൾ ഫെമിനൈൻ എനർജീസ് ചുറ്റുമുള്ളവരിൽ നിന്നൊക്കെ ഹെൽപ്പ് തേടുമെങ്കിലും ഈ ഒരു കോൺസെപ്റ്റ് ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതുമല്ല, അവിടെ ഒരു ചുറ്റുമുള്ളിടത്ത് കൂടെയും നമുക്ക് ട്രിഗേഴ്സ് കിട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് നാച്ചുറലി നമ്മൾ യൂണിവേഴ്സിലേക്ക്, ദൈവത്തിലേക്ക്, ഗോഡിലേക്ക്, ആരോടാണ് നമ്മൾ ആ ഒരു വിശ്വാസം നമുക്ക് കുഞ്ഞിലേ തൊട്ടേ ഉള്ളത്, നാച്ചുറലി ആ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക്, ആ ഒരു ഹയർ പവറിലേക്ക് അടുക്കും. അതാണ് ആദ്യത്തെ ഇന്നർ വർക്ക് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മേ ബി മെഡിറ്റേഷൻസൊക്കെ അറിയുന്നത്. ഇതെല്ലാവരുടെയും കാര്യത്തിലാവണമെന്നില്ല. അതല്ലെങ്കിൽ അവരുടെ അതായത് ഈ പറഞ്ഞ പോലെ യൂണിക് ജേർണീസിൽ ട്വിൻ ഫ്ലെയിം അല്ലാതെ ഇനി ഏതെങ്കിലും ഒരു സോൾ ഷോക്കിലൂടെയും നമ്മൾക്ക് ഈ ജേർണിയിലേക്ക് വരാം. ആ ഒരു സമയത്ത് ഈ ജേർണി ആണെന്നൊന്നും അറിയില്ല, പക്ഷേ അവിടെ മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇനിഷ്യൽ ലെവൽ ഓഫ് പ്രാക്ടീസസ് ഈ ഡിവൈൻ ഫെമിനൈൻ ചെയ്തുകൊണ്ട് ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ജേർണി ആണെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ഓരോ ജേർണിയും യൂണീക്ക് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം സറണ്ടർ ചെയ്യുന്ന ഒരു സ്റ്റേജ്, ഈ രണ്ട് സിനാരിയോസിൽ നമ്മൾ നമ്മളുടെ ആ ഒരു ഇഷ്ടദൈവത്തിനോടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആ സമയത്ത് അടുക്കുന്നത്. അവിടെ നിന്നായിരിക്കും നമ്മൾക്ക് ഓരോ വഴിയായിട്ട് ആൾക്കാർ, സോൾ ഗ്രൂപ്പ്സ്, ഇതേപോലെ ട്വിൻ ഫ്ലെയിം വീഡിയോസ്, എന്തെങ്കിലുമൊക്കെ ആ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും ചാനലിങ്, അല്ലെങ്കിൽ സ്വപ്നത്തിൽ ഈ കാര്യങ്ങളൊക്കെ വരിക. എഗെയിൻ ഇവിടെ പലപ്പോഴും ഫെമിനൈൻ എനർജി പിന്നെയും മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് ആലോചിക്കുമ്പോൾ 3Dയിൽ ഇതിനൊരു വാലിഡേഷൻ നോക്കുമ്പോൾ അവിടെയൊക്കെ പ്രശ്നം വരുമ്പോൾ പിന്നെയും ഒന്ന് പിന്മാറാറുണ്ട് ഇന്നർ വർക്കിൽ നിന്നും. എപ്പോഴാണോ കുറച്ചൊന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരു ഇന്നർ വർക്കിലൂടെ ഒരു പീസ്ഫുൾ എനർജി, ഫെമിനൈൻ എനർജി ഫീൽ ആവുന്നത്, അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം ഷിഫ്റ്റ് ആവുന്നുണ്ട്. പീസ്ഫുൾ എനർജി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി അല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ അത്ര കുഞ്ഞിലേ തൊട്ടേ ആയിരിക്കാം അത്ര ജന്മങ്ങളായിട്ട് അനുഭവിക്കാത്തൊരു മനസ്സമാധാനം ഇൻസ്റ്റൻ്റ്ലി ഫീൽ ആവുന്ന സമയം തൊട്ട് ഈ ഒരു ഇന്നർ വർക്കിലേക്ക് കൂടുതൽ അലൈൻഡ് ആയിട്ട് ഫെമിനൈൻ എനർജി വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ അലൈൻമെൻറ്റിൽ വരുന്നു എന്ന് പറയുന്നത് എഗെയിൻ ഇവിടെ റൂട്ട് ചക്ര കുറച്ചൊന്ന് ക്ലെൻസ് ആവണം. നമ്മുടെ റൂട്ട് ചക്ര ക്ലെൻസ്ഡ് ആയിട്ടില്ലെങ്കിൽ പലപ്പോഴും ഈ ഒരു ഇൻകൺസിസ്റ്റൻസി, അതായത് ആ ഒരു ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ സ്ഥിരത്വമില്ലായ്മ നമ്മളുടെ ലൈഫിൽ നോർമലായിട്ട് കാണപ്പെടുന്നതാണ്. ഇതല്ലാതെ നമ്മൾ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ എനർജറ്റിക് ഫീൽഡ് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ, ആ ഒരു ഡെയിലി ഷെഡ്യൂളിൽ വരാൻ പറ്റാതെ, അതായത് പിന്നെ അവിടെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു ഫ്രെയിം വർക്കൊക്കെ ചെയ്ത് വെച്ച് ഡെയിലി ചെയ്യുമ്പോൾ, ഇനീഷ്യൽ ഡേയ്സിൽ ഓഫ് കോഴ്സ് നമ്മൾ
ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫ്രെയിം വർക്ക് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. എങ്കിൽ പോലും കുറച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ ചെയ്ത സ്പിരിച്വൽ വർക്ക്സിൻ്റെ എനർജി നമ്മുടെ എർത്തി ബോഡിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾക്ക് അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി ഫീൽ ആവാറുണ്ട്. അതായത് ഉറക്കത്തിന് സമയം കൂടുമായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ തോന്നും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്കവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് ടൈം ടേബിൾ വൈസ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇന്നർ വർക്ക് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഗിൽട്ട് വരാം. എന്നാൽ ഇവിടെ മനസ്സിലാക്കുക, നമ്മൾ ഉറങ്ങുന്നത് പോലും ഹീലിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പം പോലും നമ്മുടെ നെർവസ് സിസ്റ്റം ഹീലാവുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ഇന്നർ സെൽഫിലേക്ക് നമ്മൾ കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ പറഞ്ഞു വരുമ്പം ലോജിക്കലി അല്ലാതെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇന്നർ വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു DFൻ്റെ ലൈഫിൽ കടന്നു പോകുന്നത്. കാരണം ഇത് ഒരു ഡിവൈൻലി പ്ലാൻഡ് ആയിട്ടുള്ള, ഡിവൈൻലി ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. ഇവിടെ അഗെയിൻ DF ഡിവൈൻ എല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഇന്നർ വർക്ക് ചെയ്യാതിരിക്കരുത്. ഇന്നർ വർക്കിനായിട്ടുള്ള ചോയ്സ് എടുക്കുക. ബാലൻസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് നമ്മളുടെയൊക്കെ ലൈഫിലേക്ക് കൊണ്ടു തന്നോളൂ. അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നത്, ഐ ഫീൽ ഐ എം ഇൻ എ സെയിം ലൂപ്പ് ഓഫ് സിറ്റുവേഷൻസ്. അതായത് ഞാൻ ഒരേ ലൂപ്പിലുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുകയാണെന്ന് തോന്നുന്നു, രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു ലോവർ വൈബ്രേഷണൽ എനർജിയിലാണ്, ഒരു ഡിപ്രഷൻ്റെ എനർജിയിലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി സപ്പോർട്ട് ചെയ്യില്ല. രാവിലെ എഴുന്നേൽക്കുക ആ ഒരു ഡേ ടു ഡേ ലൈഫിലേക്ക് നമുക്ക് വരാനായിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാവും. അത് വളരെ ഇനിഷ്യൽ ഡേയ്സിൽ നമുക്കത് ഫീലാകും. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഇമോഷണൽ ബാഗേജ് അല്ലെങ്കിൽ ട്രോമാസ് സർഫേസിൽ വരുമ്പോഴും ഇത് നമുക്ക് ഫീൽ ആവുന്നതാണ്. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ബോഡിക്ക് ഒരു റെസ്റ്റ് വേണമെങ്കിൽ ആ സമയത്ത് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഒരു പക്ഷേ അതൊരു ഡിപ്രഷൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ഇരുട്ടിലൊക്കെ ഇരിക്കുക, മുറിക്കകത്ത് അടച്ചു പൂട്ടിയിരിക്കാനൊക്കെയാണ് തോന്നുന്നതെങ്കിൽ അത് നമ്മളുടെ മൈൻഡാണ് നമ്മളെ അറിഞ്ഞോ അറിയാതെയോ ഗൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് നമ്മളോട് തന്നെ നമ്മൾക്ക് ചോദിക്കാവുന്നതാണ്, ഒരു 5 മിനിറ്റ് വെളിയിൽ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ്. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണെങ്കിൽ ആദ്യം ആ അടഞ്ഞു കിടക്കുന്ന റൂമിൽ കിടന്നങ്ങനെ ആലോചിക്കാതെ, അവിടെ ഓവർ തിങ്കിങ്ങും ആങ്സൈറ്റിയും ആയിരിക്കും, ഇരുന്നോ കിടന്നോ ഒക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ. സോ അവിടുന്ന് ഒരു 5 മിനിറ്റത്തേക്ക് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വെളിയിലേക്ക് വരാം. വെളിയിലേക്കെന്ന് പറയുമ്പോൾ വായു ഉള്ള ഒരു സ്പേസ് ആയിരിക്കണം. ഓപ്പൺ സ്പേസ് ആണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഗ്രൗണ്ടിങ് ചെയ്യാൻ പറ്റുന്ന മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ബെയർ ഫുട്ടായിട്ടൊക്കെ ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ നമ്മൾ, അതായത് റിലീസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ഇമോഷണൽ ടർബുലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സർഫേസിൽ വരും. അതൊന്ന് റിലീസായി കഴിയുമ്പോൾ ഒന്ന് ജേർണൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം ഡിപ്രഷൻ കൊണ്ടുള്ളതാണെങ്കിൽ അതൊന്ന് നമ്മൾക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് ഐ മീൻ എ സെയിം ലൂപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലും പ്രത്യേകിച്ചും ട്വിൻ ഫ്ലെയിം ജേർണിയിലും ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഉള്ളത് ലെസൺസ് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ആ ഒരു ലെസൺസിനെ നമ്മളിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്തെടുത്ത് പെയിനിനെ റിലീസ് ചെയ്യുമ്പോൾ മാത്രമേ സെയിം ലൂപ്സ് നമ്മളുടെ ജേർണിയിൽ വരാതെ ഇരിക്കത്തുള്ളൂ. എന്നാൽ പലപ്പോഴും നമ്മൾ ഒക്കെയും ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പേഴ്സണെയോ സിറ്റുവേഷനെയോ ഒക്കെ നമ്മൾ ഫോർഗീവ്നെസ് കൊടുത്തു എന്ന്. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് അത്രയും ക്ലിയർ അല്ലാത്തത് കൊണ്ട്, ക്ലെൻസ് ആവാത്തത് കൊണ്ട് പിന്നെയും അതായത് നമ്മൾ ആ ഒരു ലെസൺ പഠിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെയും സെയിം കൈൻഡ് ഓഫ് ലൂപ്സ് നമ്മളിലേക്ക് നമ്മൾ തന്നെ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആദ്യത്തെ കാര്യം, ഇവിടെ ഒരു ചെറിയ ടെക്നിക്ക് പറഞ്ഞുതരാം. ആദ്യം മനസ്സിലാക്കുക, ഈ ലൂപ്സ് ഇപ്പം ഇത്ര ലൂപ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3-4 ലൂപ്സിലൂടെ 3-4 റിപ്പീറ്റഡ് പാറ്റേൺസിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പേഴ്സൺ ആവാം, ഒരേ പേഴ്സൺ ആവാം, ഡിഫറെൻറ്റ് പേഴ്സൺസ് ആവാം, പല പ്ലേസസിലുള്ള സിമിലർ സിറ്റുവേഷൻസ് ആവാം. ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യുക. ഇവിടെയൊക്കെ എനിക്ക് വന്ന പെയിൻ എവിടെയാണ്, അല്ലെങ്കിൽ ആ ലൂപ്പ് എന്ന് പറയുന്ന സംഭവം എവിടെയാണ് എനിക്ക് ഫീൽ ആവുന്നതെന്ന് കണ്ണടച്ച് ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഒന്ന് ഫീലാകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു ഇന്നർ വോയിസ് ആണ് നമ്മളിവിടെ ഗൈഡ് ചെയ്യുന്നത്. ആ വരുന്ന കാര്യങ്ങളെ ജഡ്ജ് ചെയ്യരുത്, ഓവർ അനലൈസ് ചെയ്യരുത്. അതെന്തായാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ഇമോഷൻസ്.
അതായത് നിങ്ങളുടെ ഫീലിങ്സിലൂടെ നിങ്ങളുടെ ഇമോഷൻസിലേക്ക് നിങ്ങൾ കണക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റിപ്പീറ്റഡ് ആയിട്ട് എവിടെയാണ് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. അത് ഒരു ലോവർ വൈബ്രേഷണൽ എനർജി ആണെങ്കിൽ പോലും. സോ ഇവിടെ മനസ്സിലാക്കി. മൂന്നാമത്തേത് സ്വയം ചോദിക്കുക, ഈ ഒരു ഇഷ്യൂവിനെ അല്ലെങ്കിൽ ഈ ഒരു റിപ്പീറ്റഡ് പാറ്റേണെ ഞാൻ റിലീസ് ചെയ്യാൻ പ്രാപ്തയാണോ ഈ ഒരു മൊമെൻറ്റിൽ. നമുക്ക് ഓഫ് കോഴ്സ് ആ ഒരു പവർ നമ്മളിൽ തന്നെ കാണും. പക്ഷേ മേ ബി നമ്മൾ ആ ഒരു സമയത്ത് കടന്നു പോകുന്ന സിറ്റുവേഷൻസിൻ്റെ അനുസരിച്ച് നമ്മുടെ എനർജി അതിനെ ബാലൻസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളവിടെ ചോദിക്കുന്നത്. യെസ് എന്നുള്ള ഉത്തരം വരികയാണെങ്കിൽ ആ ഒരു ഇമോഷൻസ് എവിടെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക, സ്വയം ചോദിക്കുക. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും പെയിൻ തോന്നാൻ നമുക്ക്, അല്ലെങ്കിൽ ഒരു സെൻസേഷൻ, ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ കാരണം പാസ്റ്റിലെ കുറേ സിറ്റുവേഷൻസ് മുമ്പിൽ വരാം. ഇതൊക്കെയും ജേർണലിങ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ഈസി ആയിട്ട് നമുക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ആങ്സൈറ്റി ആവാം. ഇതിനൊക്കെയും ജേർണലിങ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദ ബെസ്റ്റ്. എഴുതുക. 4 പേജായോ 5 പേജായോ 10 പേജായോ ഡസൻ മാറ്റർ. അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ബാഗേജ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയിട്ട് അത് കത്തിച്ച് കളയുക. കത്തിച്ച് കളയുമ്പോൾ റൈറ്റ് നൗ ഐ എം റിലീസിങ് ഓൾ ദ വാട്ട് എവർ. അതെ, ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ എല്ലാ കാര്യങ്ങളെയും ഇതിലൂടെ ഞാൻ എൻ്റെ എനർജറ്റിക് ബോഡിയിൽ നിന്നും ഞാൻ റിലീസ് ചെയ്യുന്നു. ഇത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ പോകുമെന്നല്ല, പല പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ എനർജി നമ്മൾ ക്ലെൻസ് ചെയ്യും. പിന്നെയും സിമിലർ സിറ്റുവേഷൻ വരുമ്പോൾ അവെയർനെസ്സിലിരിക്കുക. ആൻഡ് അവിടെ ഒരു ആക്ഷൻ 3Dയിൽ എടുക്കേണ്ട കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും അവിടെ ഒരു ഡിവൈൻ ടെസ്റ്റിൽ നമ്മൾ ഫെയിലായിട്ട് പിന്നെ ആ ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്യപ്പെടും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നത് ആക്ച്വലി സ്കിൻ ഇഷ്യൂസിനെ കുറിച്ചൊരു ഷോർട്സ് അന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. പെട്ടെന്ന് അതിൽ റെമഡി പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ റെമഡി എന്ത് ചെയ്യാൻ പറ്റും അതൊന്ന് മാറാനായിട്ടെന്ന്. അപ്പോൾ ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അഗെയിൻ ഇവിടെ പറയുന്നത്. ഞാനും സ്കിൻ ഇഷ്യൂസിൽ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരാളാണ്. അവേക്കനിങ് ജേർണിയിൽ വന്നപ്പോൾ പല സ്റ്റേജസിലത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ ഡോക്ടർമാരെയും ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഓരോ മാസവും എൻ്റെ ഒരു സെർട്ടൻ ബഡ്ജറ്റിലൊരു എമൗണ്ട് എൻ്റെ സ്കിന്നിൻ്റെ ക്രീംസിന്, അതായത് അവർ എഴുതി തരുന്ന ഓയിൽമെൻറ്റ്സിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന്. സോ എവിടെ നിന്നാണെന്നറിയില്ല, ഒരു ഡിവൈൻ കോളിംഗ് പോലെ ഒരു ദിവസം ഒരു നൈറ്റ് സമയത്ത് പെട്ടെന്ന് എനിക്ക് തോന്നി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്നുള്ള രീതിയിൽ നമ്മളുടെ പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ അതൊന്ന് ബോയിലാക്കി കഴിഞ്ഞപ്പം അതിൽ കുറച്ച് ഗ്രാമ്പുവും പച്ചക്കർപ്പൂരവും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ചെറു ചൂടോടെ ഉള്ളപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അത് വളരെയധികം എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു ഈ ഒരു ഹീലിംഗ് ജേർണിയിൽ. ഞാൻ ഓവർനൈറ്റിൽ 100% ഹീലാവും എന്നല്ല പറയുന്നത്. ഇച്ചിങ് പോകും, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇറിറ്റേഷൻ വരും നമ്മൾക്ക്. ഇതെന്താണ് എപ്പോഴും ഇങ്ങനെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോവുകയും നമുക്ക് നമ്മളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഗ്രാജ്വലി അത് ഹീലായി കിട്ടും. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൗൺസിലിങ്ങിനൊക്കെ വരുന്നവർക്ക് പലർക്കും സജസ്റ്റ് ചെയ്തപ്പോഴും അവർക്കത് എഫക്റ്റീവ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ യൂസ് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ലോങ് ബാക്ക് കണ്ടിരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസമായി. പക്ഷേ ഞാനത് വിട്ടുപോയി. ആക്ച്വലി പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻസ് എഴുതിയപ്പോൾ അതെൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ട്വിൻ ഫ്ലെയിം തന്ന ഗിഫ്റ്റുകൾ ഒക്കെയും ഉപയോഗിച്ചാൽ എനർജി ലീക്കാകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനായിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, അതിന് താഴെയായിട്ട് ആരോ ഒരാൾ യൂസ് ചെയ്യരുതെന്നും എനർജി ലീക്കാവുമെന്നുമുള്ള ഒരു സജഷനും ഇട്ടിരുന്നു. ഇവിടെ എനിക്ക് പറഞ്ഞു തരാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, അത് ആ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വിത്ത് ആൻ അൺകണ്ടീഷണൽ ലവ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ പെയിനിലാണോ നമ്മൾ. അതായത് ആ പെർട്ടിക്കുലർ ഒരു ഡ്രസ്സായിരിക്കാം, അല്ലെങ്കിൽ ഒരു സർട്ടൻ സംഭവം അവർ തന്നത് നമ്മൾ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഫീലിംഗ് ഹേർട്ടാണെങ്കിൽ അത് കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കുക. അവിടെ ഹേർട്ടായിട്ട് വന്ന കാര്യത്തെ ഹീലാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു നെഗറ്റീവ് ഇമോഷനാണ് നമ്മൾ അവിടേക്ക് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എനർജി ലീക്കേജ് ഉണ്ടാവും. പിന്നെയും ആ ഒരു ഹേർട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ഹാർട്ട് ചക്രേനെ ട്രിഗർ ചെയ്യും. കാരണം ആ ഒരു ഇമോഷണൽ പെയിൻ നമ്മുടെ ഉള്ളിൽ കിടപ്പുള്ളത് കൊണ്ട്. സോ ആ പെയിനിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ഹീൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കൂ,
ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പം പലരും ഡിറ്റാച്ച്മെൻ്റ് എന്നൊക്കെ പറയുമ്പം വിചാരിക്കുന്നത് എൻ്റെ ട്വിൻ ഫ്ലെയിമിനെ ഓർക്കരുത്, എൻ്റെ ട്വിൻ ഫ്ലെയിം തന്ന സംഭവങ്ങളൊന്നും ഉപയോഗിക്കരുത്. നമുക്ക് ഒരിക്കലും അത് നമ്മളവിടെ ആ എനർജീനെ, ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ആ ഒരു എനർജീനെ, അല്ലെങ്കിൽ ആ ഒരു അതർ ബോഡിയിലുള്ള ആൾ നമ്മളുടെ ട്വിൻ ഫ്ലെയിം ഡിവൈൻ കൗണ്ടർ പാർട്ടാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഇവരെ മറക്കാൻ രണ്ട് സൈഡിൽ നിന്നും പറ്റില്ല. ഓൺലി തിങ് എന്താണെന്ന് പറഞ്ഞാൽ അവിടേക്ക് ആ ഒരു നിങ്ങളുടെ ഷെയർഡ് എനർജറ്റിക് ഫീൽഡിലേക്ക് ഒരു നെഗറ്റീവ് ഇമോഷനെ കൊടുക്കാതെ പോസിറ്റിവിറ്റിയിൽ അൺകണ്ടീഷണൽ ലെവലിരുന്നു കൊണ്ട് നമ്മൾ ട്വിൻ ഫ്ലെയിമിലേക്ക് കൊടുക്കുന്ന എനർജീനെ നമ്മളുടെ ഹീലിങ്ങിനായിട്ട് ഉപയോഗിക്കുക, സെൽഫ് ഹീലിങ്ങിനായിട്ട് ഉപയോഗിക്കുക. കാരണം ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ സെൽഫ് ഗ്രോത്തിൻ്റെ ജേർണിയാണ്, ഇന്നർ കോളിങ്ങിൻ്റെ ജേർണിയാണ്. ഇവിടെ ആണ് നമ്മളുടെ എനർജീൻ്റെ മാസ്റ്ററി വരുന്നത്. അത് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് അത് ഇത്ര കൺസിസ്റ്റൻസിയിൽ ഒരു അൺകണ്ടീഷണൽ ലെവലിൽ ഇരുന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇനിഷ്യൽ ഡേയ്സിലാണ് നിങ്ങളുടെ ഹീലിംഗ് വർക്ക് നടക്കുന്നതെങ്കിൽ ആ ഡ്രസ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് കാണുമ്പോൾ ഉള്ള ഫീലിംഗ് മാത്രം എഴുതിയിട്ട് അത് മാറ്റി വെക്കുക. ഈ ഹേർട്ടിൻ്റെ മുകളിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യുക. പിന്നെയും ദ സെയിം തിങ് നിങ്ങൾ മുമ്പിൽ എടുത്ത് വെച്ചിട്ടൊന്ന് നോക്കുക, എനിക്കിനിയും ഹേർട്ട് ചെയ്യുന്നുണ്ടോ, ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് എനിക്ക് അവിടെയുള്ള ഇമോഷൻ. അത് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ. അവിടെ ഒരു എക്സ്പെക്റ്റേഷനോ അവിടെ ഒരു 3Dയിലുള്ള ആളിൻ്റെ മുകളിൽ ഒരു കൺട്രോളിങ്ങോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ലോവർ വൈബ്രേഷണൽ എനർജിയും 3Dയിലുള്ള ആളിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് കൊടുക്കാതെ യൂസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നത് ചൈൽഡ്ഹുഡ് ഡിസ്റ്റർബൻസസ് എങ്ങനെ ഹീൽ ചെയ്യാം. ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരു കുറേയധികം ഏകദേശം ലൈവിലൊക്കെയും പറഞ്ഞുകൊണ്ട് തന്നെയും പിന്നെയും പറഞ്ഞ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ കുറേ വീഡിയോസ് ഉണ്ട്. എങ്കിലും ഇവിടെ ഒന്ന് എടുത്ത് പറയാം. ചൈൽഡ്ഹുഡ് ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് വൂൺസ് ആണ് ഏറ്റവും കൂടുതൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലെ ബ്ലോക്കേജസ് ആയിട്ട് നമുക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ നിന്നും ഉള്ളതും അതിനെ ഹീൽ ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും. സോ ഇതിന് പല ടെക്നിക്സ് ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ ഹീലിങ്ങിലേക്ക് വരുമ്പം പല മെഡിറ്റേഷൻസൊക്കെ ചെയ്യുമെങ്കിലും എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നർ ചൈൽഡ് വൂൺസിന് ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യും ഇനീഷ്യൽ സ്റ്റേജിലൊക്കെയും. അപ്പോൾ ഇതിൽ അറിഞ്ഞോ അറിയാതെ നമ്മുടെ കോഡിപ്പെൻഡൻസി ഹീലാവുന്നുണ്ട്, ഫിയർ ബേസ്ഡ് എനർജി, ആങ്സൈറ്റി ഇഷ്യൂസൊക്കെ നമ്മൾ കുറേയൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് ഹീൽ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജേർണലിങ് ചെയ്യുമ്പം ഇവിടെയും നമ്മൾ അറിഞ്ഞോ അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കൂടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഷാഡോ സെൽഫിനെ ഹീൽ ചെയ്യുമ്പോഴും അത് അറിഞ്ഞോ അറിയാതെ കണക്റ്റഡ് ടു ദ ഇന്നർ ചൈൽഡാണ്. സോ നിങ്ങളൊരു ബിഗിനർ ആണ്, റീസെൻ്റ്ലി ആണ് അവേക്കനിങ്ങിലേക്ക് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡഡ് മെഡിറ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ഏതൊരു ചാനലിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് വളരെ കോമൺ ആയിട്ട് കിട്ടുന്നതാണ്. ഏതാണോ നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്നത് അതിൽ സ്റ്റാർട്ട് ചെയ്യുക, ജേർണലിങ് ചെയ്യുക, ഇന്നർ ചൈൽഡിനോട് കൂടുതലായിട്ട് സംസാരിക്കുക. അതായത് കണക്റ്റ് എപ്പോഴും നമ്മളുടെ ഇന്നർ സെൽഫിലേക്ക്, നമ്മുടെ ഇന്നർ ചൈൽഡിനെ വിഷ്വലൈസ് ചെയ്യുക. ഡെയിലി ഒരു 10 മിനിറ്റ് സമയമെടുത്തിട്ട് നമ്മൾ അമ്മയുടെ വൂമ്പിൽ നിന്നും ജനിക്കുന്ന ആ ഒരു മൊമെൻ്റ് തൊട്ട് മുകളിലേക്ക് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഒത്തിരി എത്രത്തോളം കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ അൺകോൺഷ്യസ്ലി സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഹിഡൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ മൈൻഡിലും ബോഡിയിലും ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ ആ ഓരോ കാര്യങ്ങളെയും എഴുതിയിട്ട് അതിൻ്റെ കോൺട്രാസ്റ്റിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾക്ക് അഫർമേഷൻസ് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഹീലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് വീഡിയോയിലെ കണ്ടൻറ്റ്. ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ദയവ് ചെയ്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് പെയ്ഡ് സെഷൻസിന് മാത്രമുള്ളതാണ്. ഇനിഷ്യൽ ഡേയ്സിൽ അവിടെ നിങ്ങൾ മെസ്സേജ് ഇട്ടാലും ഞാൻ റെസ്പോണ്ട് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുമ്പോൾ പിന്നെയും ചോദിക്കുകയാണ് ചെയ്യുക. അത് അക്സെപ്റ്റബിൾ അല്ലാത്തത് കൊണ്ടാണ്. കാരണം ഓൾറെഡി ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദയവായി മനസ്സിലാക്കുക. ഒരു ഡൗട്ടിൻ്റെ ഉത്തരം തരുമോ എന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജസ് അയക്കാതിരിക്കുക. ആൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇട്ടാൽ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ആസ് സൂൺ ആസ് പോസിബിൾ അതിന് ആൻസർ തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ആൻഡ് പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട് ഹീലിംഗ് സെഷൻസിന്, രേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ അടുത്ത മാസം DNA ഹീലിങ്ങിൻ്റെ ഒരു 3 ഡേയ്സിൻ്റെ ഒരു ഹീലിംഗ് സെഷൻ
കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതും ഞാൻ ഡീറ്റെയിൽസ് പോസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കും കോണ്ടാക്റ്റ് ആവാവുന്നതാണ്. ഇതല്ലാതെ ലാമ ഫേര എന്ന് പറഞ്ഞ് ബുദ്ധിസ്റ്റ് മോങ്സിൻ്റെ ഒരു ഹീലിംഗ് മൊഡാലിറ്റി, വളരെ സ്ട്രോങ്ഫുള്ളായിട്ടുള്ള ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ്. അത് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്കും ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് തൊട്ട് ആ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്കും വാട്സപ്പ് നമ്പറിൽ എനിക്കും ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.